ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അവളുമായിട്ട് എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ അമ്മേ? അല്ല, ഈ ആണുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുകുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ പിള്ളേരെ? ഭൂമിയിൽ ജീവനുള്ളവരെ കുറിച്ച് പറയുന്ന പോലെയാണോ ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നേ? ജോലിയോട് കൂറുള്ളവനാണെന്നല്ലേ പറഞ്ഞത്? ജോലി കഴിഞ്ഞ വീട്ടിൽ പോവാൻ പാടില്ലേ? അതല്ലേ മര്യാദ? പണ്ട് ക്യാരം ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. കുട്ടികൾ പറയും കൂടെ ചെയ്തപ്പോ ഒന്നിരിക്കാന്ന് വെച്ചു. പിന്നെ സത്യാമ്മ പറഞ്ഞിട്ടാ നിന്നത്. രാഘവൻ സാർ വിടുന്നില്ലായിരുന്നു. ഉറങ്ങിയിട്ട് പോവാന്ന് വെച്ച് നിന്നതാ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുക. ഇനി ഇതുപോലെ എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും ഞാൻ എത്തുന്നതിന് മുമ്പ് പോവാൻ നോക്കുക. ആ ഒരു കാരുണ്യമെങ്കിലും എന്നോട് കാണിക്കണം, പ്ലീസ്. നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും ഞാൻ എത്തുന്നതിന് മുമ്പ് പോവാൻ നോക്കുക. ഇന്ന് വാഴത്തോടപ്പൻ, നാളെ മുരിങ്ങയില തോരൻ, അത് കഴിഞ്ഞ ചീരത്തോരൻ. അത് ശരി, വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന പച്ചക്കറികൾ മുഴുവൻ എന്നെ കൊണ്ട് കഴിപ്പിക്കാന്ന് അമ്മ കരാറെടുത്തിരിക്കുകയാണോ? ഇത് നിനക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കി തരുന്ന അല്ല, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി ഉണ്ടാക്കി തരുന്നതാ. അമ്മമാര് ജീവിച്ചിരിക്കുന്ന കാലത്തോളമേ ഇതുപോലുള്ള പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്തു തരൂ. ഓ, അല്ലെങ്കിൽ ഇതൊക്കെ ആര് ശ്രദ്ധിക്കാനാ? ഇനി വല്യേച്ചി കടയിലുള്ള വലിയ പണികളൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും വേദനയോ മറ്റോ ഉണ്ടായിപ്പോയാ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരമ്മ ഒരു കൈസഹായത്തിനുള്ളത്? ഞങ്ങളീ പെണ്ണുങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് എന്ത് ചെയ്യാനമ്മ? ഒരു വണ്ടി വിളിക്കാൻ പോലും ആൾ കിട്ടില്ല. ഞാനേ ആ ശാന്തയോട് 1-2 മാസം ഇവിടെ ഒന്ന് നിൽക്കാൻ പറയാം. ശാന്തയെ സ്ഥിരമായിട്ട് കടയിൽ നിൽക്കാൻ കിട്ടിയാലേ ശാരികയ്ക്ക് പൂർണ്ണമായും കടയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റൂ. ഇന്നലെ തന്നെ ആ തല്ലിയുള്ളി കുമാരൻ വന്നു നിന്ന് എന്തെല്ലാം ചീത്തയെ കടയിൽ നിന്ന് പറഞ്ഞെന്നറിയോ? ഞങ്ങളെയും വഴക്ക് പറഞ്ഞു, കടയിൽ ചായ കുടിക്കാൻ വന്നവരെയും പറഞ്ഞു. അവനെന്തു പറ്റി? ഓ, അല്ലെങ്കിൽ അവനൊരല്പം പട്ട് തലയ്ക്കുള്ളതാ. അയാൾക്കേ നല്ല അടി കിട്ടാത്തതിന്റെ സൂക്കേടാ. അയാള് നോക്കിയപ്പം ഇവിടെ ചോദിക്കാനും പറയാനും ആണുങ്ങളില്ലെന്ന് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഇവിടെ എന്തു ആവാലോ. വിഷ്ണുവേട്ടൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഇമാതിരി തലതെറിച്ചവന്മാരൊക്കെ ഈ ഭാഗത്തേക്ക് അടുക്കില്ലായിരുന്നു. വിഷ്ണുവേട്ടൻ അതിനിപ്പോ എവിടാന്ന് പോലും അറിയില്ലല്ലോ. ഇത് പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്നും കേൾക്കുന്നു. ഹോട്ടലിലിപ്പോ ഇതിനെ കുറിച്ചുള്ള സംസാരമാ. ഇനി അവളുമായിട്ട് എവിടെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ അമ്മേ? അല്ല, ഈ ആണുങ്ങളുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ചെളി കണ്ട ചവിട്ടും, വെള്ളം കണ്ട കഴുകുകയും ചെയ്യും. അല്ല, നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ പിള്ളേരെ? ഭൂമിയിൽ ജീവനുള്ളവരെ കുറിച്ച് പറയുന്ന പോലെയാണോ ഇല്ലാത്തവരെ കുറിച്ച് പറയുന്നേ? ജീവനോടെ ഭൂമിയിലില്ലാത്തവരോ? വിഷ്ണുവേട്ടനോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഇല്ല, കാണാനില്ലാത്ത ആള്, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ആളെവിടെയാന്നറിയില്ല, എന്താ പറ്റിയതൊന്നും അറിയില്ല. അപ്പൊ പിന്നെ അയാളെ കുറിച്ച് നമ്മളെന്തിനാ അതും ഇതൊക്കെ പറയുന്നേ? അല്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ വിഷ്ണു പെണ്ണുങ്ങളായിട്ട് പോകുന്നേ? കണ്ടോന്ന്? അതിന് അമ്മ ഇങ്ങനെ ചൂടാവുന്ന എന്തിനാ?
നാട്ടിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഒരു ആൺതുണയില്ല. അച്ഛനാണെങ്കിൽ ആ ട്രാവൽസിൽ ജോലി ചെയ്ത് മുതൽ ഈ വഴിക്ക് വരുന്നതേ ഇല്ല. ഫ്രീ ആയിട്ട് നാട് ചുറ്റി നടക്കാൻ കിട്ടുന്ന അവസരമല്ലേ, അച്ഛൻ അത് കളയോ? അല്ല, രാജീവോ രാജീവിന്റെ വീട്ടുകാരോ ഈ ഭാഗത്തേക്ക് അടുക്കുന്നുമില്ല. പിന്നെ ഉള്ളത് രോഹിതാ. ആ അത് പിന്നെ സത്യമ്മയുടെ സാരിത്തുമ്പിന്ന് പിടിവിട്ടിട്ട് വേണ്ടേ മറ്റെവിടെയെങ്കിലും വന്ന് നിൽക്കാനായിട്ട്. അപ്പൊ പിന്നെ നമ്മൾ പെണ്ണുങ്ങള് ധൈര്യത്തോടെ നിന്നേ പറ്റൂ. സഹായിക്കാൻ ആരും ഇല്ലെന്ന് കരുതി ഇതങ്ങനെ മാറ്റിവെക്കാൻ പറ്റുമോ? നിങ്ങളുടെ അച്ഛൻ കൂടെ ഉണ്ടായിട്ടാണോ നിങ്ങൾ 3 എണ്ണത്തിനെ ഞാൻ പ്രസവിച്ചത്? ആരുമില്ലാത്തവർക്ക് ദൈവം തുണയുണ്ടാവും. ദേ, ഇനി മേലാൽ വിഷ്ണുവിനെ കുറിച്ച് എന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ, 2 പേരോടും കൂടിയാ ഞാനീ പറഞ്ഞത്. ചുമ്മാ ഓരോന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളൂ. ഇരുന്ന് കഴിക്കാൻ നോക്ക്. ഈ ജാതകക്കാരന്റെ ഭൂമിയിലെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ആ ലക്ഷ്യപൂർത്തീകരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭൂമിയിൽ നിൽക്കാനുള്ള അവസരമില്ല. അമ്മ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എത്രയായി? 50. ദാ. ആ താക്കോല്. സാറേ, പറയാൻ വിട്ടുപോയി. ആ. സാറിന്റെ ഭാര്യ ഒന്ന് താക്കോലും വാങ്ങി പോയിരുന്നു. ഭാര്യയോ? അതെ, ഭാര്യ എന്നാ പറഞ്ഞത്. നീയോ? എന്താ, എനിക്കിവിടെ വന്നൂടെ? അല്ല, നീ എങ്ങനെ ഇവിടെത്തി? അതെങ്ങനെയോ ആവട്ടെ. ഇന്നു മുതൽ ഞാൻ ഇവിടെയാ താമസിക്കാൻ പോകുന്നത്. എന്തിന്? എന്റെ ഭർത്താവ് എവിടെയാണോ താമസിക്കുന്നത് അവിടെയല്ലേ ഭാര്യയും താമസിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ ഊണും ഉറക്കം ഒക്കെ ഇവിടെ തന്നെയാ. ഹേയ്, അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇത് ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ലോഡ്ജാ. അല്ലെങ്കിൽ തന്നെ നിന്നെ ഇവിടെ നിർത്തുന്നത് ഒരിക്കലും ശരിയല്ല. അതെന്താ ശരിയാവാത്തത്? എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഭർത്താവിന് നിൽക്കാമെങ്കിൽ എനിക്ക് നിൽക്കാൻ പാടില്ലേ?